വസന്തകാലത്തിന്റെ വരവറിയിച്ച് ദില്ലിയിൽ കാഴ്ച വസന്തം തീർക്കുന്ന തുലിപ് പൂക്കളുമായാണ് ദില്ലി അവിടെ നോബൽ നിൽക്കുന്നത്. 3.5 ലക്ഷം പൂക്കളാണ് ദില്ലിയിൽ വിവിധ ഭാഗങ്ങളിലായി നനച്ച് വളർത്തുന്നത്. വിവിധ നിറങ്ങളിലുള്ള പൂക്കളുടെ ആ ഒരു വസന്തകാലം ട്യൂലിപ്പ് ഫെസ്റ്റിവലിലേക്ക്. ഉത്തരേന്ത്യ സന്ദർശിക്കാൻ ഏറ്റവും നല്ല സമയമാണ് ഈ ഫെബ്രുവരി മാസം. അതിശൈത്യത്തിൽ നിന്ന് വസന്തകാലത്തിലേക്ക് ദില്ലി അടക്കമുള്ള പരിസര പ്രദേശങ്ങൾ മാറിയിരിക്കുന്ന സമയം. എനിക്ക് ചുറ്റും ഈ കാണുന്നത് തുലിപ് പൂക്കളാണ്. ഒരു തുലിപ് പൂക്കളുടെ വസന്തകാലമാണ് ഇപ്പോൾ ദില്ലിയിൽ എന്ന് വേണം പറയാൻ. ഇത്തരത്തിൽ 3.5 ലക്ഷം തുലിപ് പൂക്കളാണ് ദില്ലിയുടെ വിവിധ ഭാഗങ്ങളിൽ നട്ടു പരിപാലിച്ചു വരുന്നത്. ഇതിൽ ഭൂരിഭാഗവും കൊണ്ടുവന്നിരിക്കുന്നത് നെതർലാൻഡ്സിൽ നിന്നാണ്. നാമമാത്രമായ ചിലത് നമ്മുടെ ഹിമാചൽ പ്രദേശിലും ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. This is my son and he brings me every year because he knows how much I love these flowers. And that also on this special Valentine Day, this is the gift my son has given me. I look forward to this tulip festival every year. And the colors are so enchanting, I just don't feel like leaving. You touch any flower, it's so velvety. These flowers are out of the world. I just cannot express it in words. Beautiful they are. റെഡ്, പർപ്പിള്, വൈറ്റ്, യെല്ലോ, ഓറഞ്ച് എന്നീ 5 കളറുകളിലാണ് തുലിപ് പൂക്കൾ നമുക്ക് കാണാൻ കഴിയുന്നത്. തുലിപ് പൂക്കൾ മാത്രമല്ല, നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതും ഉള്ളതുമായ നിരവധി പൂക്കളും ദില്ലിയിൽ ഈ വസന്തകാലത്ത് ദൃശ്യവിസ്മയം ഒരുക്കുന്നുണ്ട്. രാഷ്ട്രപതി ഭവനാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെ ആണെങ്കിൽ പോലും ഇത്തരത്തിൽ നിരവധി പൂക്കളെ നമുക്ക് ഈ വസന്തകാലത്ത് ദില്ലിയിൽ കാണാൻ കഴിയും. Oh, I love the tulips and I love this month in the year also. It's a month of the year that I look forward to most. And yes, the tulips are an added attraction. It's nice of the government to have done it. ഈ സായാഹ്നത്തിൽ നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. കൂട്ടുകാർക്കും പ്രിയപ്പെട്ടവർക്കൊക്കെ ഒപ്പം വന്നിരുന്ന് ഒരു ചായ കുടിച്ച് നാട്ടുവർത്തമാനവും മറ്റു കാര്യങ്ങളൊക്കെ പറയാൻ പറ്റിയ ഏറ്റവും നല്ല ദില്ലിയിലെ സമയമാണ് ഈ ഫെബ്രുവരി മാസം. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത് ഉർക്കടനൊപ്പം നോബൽ മാരിക്കാരൻ ഇൻ റിപ്പോർട്ടർ ദില്ലി.